പേപ്പറൊക്കെ വെച്ച് അടയാളപ്പെടുത്തി. ശേഷം ഇവിടെ വന്നിരുന്നപ്പോൾ അതൊക്കെ തകിട് മറിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും സ്വർഗത്തെക്കുറിച്ചും അല്പം നീ പറയുക എന്ന മനസ്സിലുള്ള ചിന്തകളെ കണ്ടു. ഇതിന് മുന്നേ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ രാവിലെ മാമംഗലം പള്ളിയിലെ കുർബാനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കണ്ണുകടച്ച് കേട്ടോ, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് യേശുവിനെ ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വൈദ്യം പറയുമ്പോൾ കണ്ണുകടച്ചിരിക്കുമ്പോൾ ദേവാലയം കാണുന്നത് ഇത്രയും വെളിച്ചല്ല. എനിക്ക് ഈ കൃപ സ്വീകരിക്കാൻ പറ്റാത്ത അക്രത്യത്തിലുള്ളത് കൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലായി. പക്ഷെ വലിയൊരു പള്ളിയാണോ ദൈവമേ, ഇതെന്താ ഉദ്ദേശം? ആൾക്കാരുടെ താലത്തിൽ കാണുന്നത് അങ്ങനെ എന്താണെന്ന് ചോദ്യം ഉള്ളിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, തമ്പുരാൻ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു നിമിഷമാണ് ഞാൻ തമ്പുരാൻ നന്ദി പറയാം. അതുപോലെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും തമ്പുരാൻ വലിയ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അകൃത്യമാണ് അവിടുത്തെയും നമ്മെ ഓരോരുത്തരും തമ്മിൽ അകറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം, ചെറിയൊരു സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ എനിക്ക് വലിയ വിശ്വാസം വിശുദ്ധ ചെല്ലാറുണ്ട്. എല്ലാ ദിവസവും ചെല്ലാറുണ്ട്. തൃശ്ശൂരായിരിക്കുമ്പോഴും ഇവിടെ റോഡായിരിക്കുമ്പോഴും പോകുന്ന എല്ലാ ദിവസങ്ങളും പോകാറുണ്ട്. അങ്ങനെ ഇതിന് മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഈ അപ്പത്തിൽ എന്ത് ഇരിക്കുന്നു, ഇതെൻ്റെ ശരീരമാകുന്നെന്ന് പറയുമ്പോൾ അപ്പം അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കുമ്പോൾ കർത്താവ് പറയും, ദൈവമേ അവിശ്വാസത്തോടു കൂടിയാണ് ഉപസാരത്തിൽ ഞാൻ പറയും, വിശ്വാസം എനിക്ക് കിട്ടുന്നില്ല എന്ന്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം മാപ്പ് ചോദിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വാസമില്ലാത്തതാകുമ്പോൾ ദൈവത്തോട് തുറന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ഒരു അനുഭവം. ഒരു ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ധ്യാനത്തിൽ റൂമിലേക്ക് കടന്നു വരികയാണ്. ആ റൂമിലേക്ക് കടന്നു വരുമ്പോൾ ജനറേറ്ററിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെളിച്ചിട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാനവിടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ അത് കണ്ടപ്പോൾ ഞാൻ ഇത് ആരുടെ പടമാണെന്ന് വെച്ചിരിക്കുന്നത്, യേശുവിൻ്റെ ആണോ അതോ വിശുദ്ധന്മാരുടെ പടമാണോ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലെ ഉള്ളിലൊരു ചോദ്യം ഉയർന്നു. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ വിചാരിക്കുന്നത് അവിടുന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങനെ 3 ദിവസം ധ്യാനം കഴിഞ്ഞു. സാക്ഷികൾ എല്ലാവരും പറയുകയാണ്, വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞ് സാക്ഷ്യം പറയുമ്പോൾ ഒരു യുവതി വന്ന് പറയുകയാണ്, അച്ഛനത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ആ ദിവ്യ കാരുണ്യത്തിൽ ഒരു പടം ഞാൻ കണ്ടു. അത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് യേശുവിൻ്റെയാണോ വിശുദ്ധരുടെയാണോ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ യേശുവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഈ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നുവെന്ന് അവർ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നതിന് അവർക്കുണ്ടായ അനുഭവം പറയാം. സ്നേഹമുള്ളവരെ, ധ്യാനം കൂടുന്നതിന് 3 ദിവസം മുമ്പ് എനിക്കുണ്ടായ ചോദ്യം തമ്പുരാൻ്റെ മറുപടി പറയാണ്, ഈ അപ്പത്തിൽ വലിയ അനുഗ്രഹമുണ്ട് മകന്. അന്നു മുതൽ ഇന്ന് വരെ അപ്പത്തിൽ വിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ പരിപൂർണമായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ പരിശ്രമിച്ച് പരിപൂർണമായ ഒരു കുമ്പസാരം നടത്തിക്കൊണ്ടാണ് സ്വീകരിക്കാൻ. എല്ലാ ദിവസവും സാധിക്കില്ലല്ലോ. അപ്പോൾ മാസത്തിലൊരിക്കലും കുമ്പസാരിച്ചിട്ടാണ് ഞാനിത് സ്വീകരിക്കാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും ദിവ്യകാരുണ്യത്തിൽ ആർക്കെങ്കിലും അവിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, വലിയൊരു ശക്തിയുണ്ട്. നമ്മളിവിടുന്ന് കുറച്ചു നേരത്തെ ആരാധന കഴിഞ്ഞ ശേഷം പറഞ്ഞു, ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് ആര് വന്നിരിക്കുന്നത്? യേശു വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം 10:10 ഓർത്തപ്പെട്ടത് മനസ്സിലാക്കുന്നത്. ജീവൻ നൽകാൻ വന്ന യേശു ദിവ്യകാരുണ്യത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, വിശ്വാസക്കുറവുണ്ടെങ്കിൽ യേശുവിനോട് അത് പറയുക, യേശുവെ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. യേശു വലിയ അനുഗ്രഹം ഈ സമൂഹത്തിന് മേൽ ചൊരിയും. കണ്ണുകളെടുത്ത് വലത് കൈവർത്തി കർത്താവിനെ സ്വരം താഴ്ത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഉപസാരിക്കുന്നുണ്ട്, സഭയോട് കൂടി നമ്മൾ ജീവിക്കുന്നുണ്ട്, അനുസരണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ അനുസരണം ഇപ്പോൾ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ വരുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് വിചാരിക്കരുത്. എൻ്റെ ചിന്താഗതിയിലൂടെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. സ്വർഗരാജ്യമാണ് അല്ലേ, നിത്യജീവൻ, സ്വർഗരാജ്യമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ സ്വർഗമുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? അതായത് പിതാവായ ദൈവം ഇരിക്കുന്നു, തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അങ്ങനെ സ്ഥലം ഉണ്ടോ എവിടെയെങ്കിലും?
എവിടെ പറയൂ.